ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മാങ്ങ അച്ചാറിൻ്റെ പരിപാടിയായിരുന്നു. അപ്പം മാങ്ങ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പം 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അത് കുനുകുന അരിഞ്ഞെടുത്തു. പിന്നെ ഇതിലോട്ട് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ, കടുക് പൊട്ടിച്ചെടുത്തു. ഉലുവ പൊട്ടിയതിന് ശേഷമാണ് കടുക് പൊട്ടിക്കുന്നത്. കടുകും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂപ്പിച്ചെടുത്തു. അപ്പോഴത്തേക്ക് നമ്മൾ മാങ്ങയിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട്. സാധാരണ ഞാൻ മാങ്ങ അരിഞ്ഞ ഉടനെ ഉപ്പും മുളകും തേച്ചിട്ട് കുറച്ച് സമയം വെക്കലുണ്ട്. ഇത് വെക്കാൻ പറ്റിയില്ല. അപ്പം ഇത് മോന് അല്ല, അവനും ചെയ്യണം. അങ്ങനെ ഞാനിത് മിക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അവൻ ചെയ്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ വാടിയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. അതിലോട്ട് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്താൽ മതി. മാങ്ങക്ക് പുളി ഉണ്ടായതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ചേർത്തില്ല. ഒരു 2 സ്പൂൺ ഉണ്ടാവും. പിന്നെ കുറച്ച് വെള്ളവും കൂടി, ഗ്രേവി വേണം, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. പിന്നെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്.